നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഇനിയെങ്കിലും തീരുമാനം പറയണം. രാഹുൽ വയനാട്ടിൽ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇപ്പോൾ ഒന്നും കൃത്യമായി പറയാനാകുന്നില്ല. തിന്നുകയുമില്ല, തിന്നാൻ അനുവദിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് വയനാട് സീറ്റിന്റെ കാര്യം. ഇതിനിടെ വയനാട്ടിൽ UDF പ്രചാരണം നിർത്തിവെച്ചു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇത്. കേരളത്തിലെ 19 മണ്ഡലത്തിലും പ്രചാരണ ചൂടിൽ നിൽക്കുന്ന UDFന് വയനാട്ടിൽ അടിപതറുകയാണ്. ഘടകകക്ഷികളാണ് പ്രചരണം നിർത്താൻ മുൻകൈയെടുത്തത്. എല്ലാം രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. രാഹുലിന് വേണ്ടി ടി സിദ്ദിഖ് സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകുറയായിട്ടും വയനാട് സീറ്റിൽ ആര് വരുമെന്ന് ഇതുവരെയും ഒരു ധാരണയിലെത്തിച്ചേരാൻ കോൺഗ്രസിനായിട്ടില്ല. ഇത് വിജയസാധ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് പാർട്ടിയിലുള്ളവർ പോലും പറഞ്ഞു തുടങ്ങിയിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് പോലും പറയാതെ ഇത് പറയുന്നുണ്ട്. അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. ഇക്കാര്യം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നും എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശരിക്കും ഇടതുപക്ഷം കണ്ണുരുട്ടി കാണിച്ചതാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരാൻ മടിക്കുന്നത്. ഇടതുപക്ഷത്തെ പേടിച്ച് രാഹുലിന്റെ വരവ് മുടക്കാൻ ശരത് പവാറിനെയും DMKയും ഒക്കെ മുന്നിൽ നിർത്തി രാഹുലിന്റെ വരവ് മുടക്കിക്കുകയാണ്. ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ മത്സരിച്ചാൽ തെറ്റായ സന്ദേശം ഉണ്ടാകുമെന്നും പറയുന്നു. അപ്പോൾ കേരളത്തിൽ 20 സീറ്റുകളിലും ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ എതിരാളികളായി മത്സരിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്നതായും ആ നിലപാടിൽ മാറ്റമില്ല എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് നീണ്ടുപോകരുതെന്നും കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളുമായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.